വെൽക്കം. ഖലീഫയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംഭവിച്ച ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. സബീ ഖുദ്ര ഗോത്രത്തിലെ ഒരു ഗ്രാമീണനായ ഒരു യുവാവുണ്ടായിരുന്നു. ആ മനുഷ്യൻ വളരെ നല്ല ഹൃദയത്തിനുടമയായിരുന്നു. പക്ഷെ അയാളെ കാണാൻ ഒട്ടും ഭംഗിയുണ്ടായിരുന്നില്ല. അയാൾക്ക് അധികമായ സമ്പത്തും ഉണ്ടായിരുന്നില്ല. ഒരു ഇടത്തരം കുടുംബക്കാരനായിരുന്നു അയാൾ. അയാൾക്ക് വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അയാളെ ഒരുവിധം ആളുകൾക്കൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ അയാൾക്ക് വിവാഹം നടന്നു. അതോ ഒരു അത്ഭുതമായ വിവാഹം. ആ ഗ്രാമത്തിലെ അതിസുന്ദരിയായ, വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത അത്രയും മൊഞ്ചത്തിയായിരുന്നു വധു. എല്ലാവർക്കും അത്ഭുതം. ആ നാട്ടുകാർക്കെല്ലാം വലിയ ചർച്ചാ വിഷയമായിരുന്നു അത്. അവൾക്ക് എങ്ങനെയായിരിക്കും ആ ഗ്രാമീണനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? അവൾക്ക് വേണമെങ്കിൽ രാജാവിനെ വരെ കല്യാണം കഴിക്കാം, അത്രയും മഞ്ചുണ്ടല്ലോ എന്നെല്ലാം പല ചർച്ചാ വിഷയങ്ങളും നാട്ടിൽ നടന്നുകൊണ്ടിരുന്നു. ആ ഗ്രാമീണൻ തന്റെ ഭാര്യയെ കഴിയാവുന്ന അത്ര സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് ഉള്ള സമ്പത്തും കൂടി നഷ്ടമായി. അയാളും ഭാര്യയും ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. എങ്കിലും ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തും ക്ഷമിച്ചും അവർ ജീവിച്ചു. മുആവിയയുടെ ഗവർണറായ മർവാനും ആ സുന്ദരിയെ കുറിച്ച് കേൾക്കാൻ ഇടയായി. അങ്ങനെ അദ്ദേഹം അവരെ പറ്റി അന്വേഷിച്ചു. അങ്ങനെ ഒരിക്കൽ മുആവിയയുടെ ഗവർണറായ മർവാൻ ആ സുന്ദരിയെ കാണാനിടയായി. അവളെ കണ്ടപ്പോൾ മർവാൻ അവളെ കല്യാണം കഴിക്കാൻ വളരെ ആഗ്രഹമായി. ഈ മർവാൻ പിൽക്കാലത്ത് ഖലീഫയായി മാറിയ ആളാണ്. ഒരു ദിവസം ഗ്രാമീണൻ പുറത്തു പോയ തക്കം നോക്കി മർവാൻ ആ ചെറിയ വീട്ടിലേക്ക് ചെന്നു. യുവതി, നല്ല സൗന്ദര്യവും വളരെ പ്രായവും കുറഞ്ഞ ഒരു പെണ്ണാണ് നീ എന്തിനാണ് ആ കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത ആ ഗ്രാമീണന്റെ കൂടെ ജീവിക്കുന്നത്? നിനക്കൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ? അയാൾക്ക് നിനക്കൊരു നല്ല ജീവിതം തരാൻ ഒരിക്കലും കഴിയില്ല. നിനക്ക് പട്ടിണിയല്ലേ ഉള്ളത്? അയാളെ ഒഴിവാക്കി എന്നെ കല്യാണം കഴിച്ചാൽ നിനക്ക് എന്നോടൊപ്പം കൊട്ടാരത്തിൽ സുഖമായി കഴിയാം. മാത്രമല്ല നിനക്ക് എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്യും. മറ്റേത് പെണ്ണാണെങ്കിലും പെട്ടെന്ന് അതിൽ മടങ്ങിപ്പോവും. കാരണം ശരിക്കും ഭക്ഷണം പോലും അവർക്ക് കിട്ടുന്നില്ലായിരുന്നു. അത്രയേറെ ദുരിതമായിരുന്നു അവർക്ക്. ആ സ്ത്രീ പക്ഷെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവർ ഒരു പടച്ചവനെ ഭയമുള്ള കൂട്ടത്തിലുള്ള പെണ്ണായിരുന്നു. പക്ഷെ മർവാൻ ആ സുന്ദരിയെ മറക്കാൻ കഴിയുന്നില്ല. അയാൾ അന്ന് പോകും. വീണ്ടും വീണ്ടും തരം കിട്ടുമ്പോൾ എല്ലാം ഈ പെണ്ണിന്റെ പിന്നാലെ വരാൻ തുടങ്ങി. ഗവർണറുടെ ഇടയ്ക്കിടെയുള്ള ഈ വരവും വാഗ്ദാനങ്ങളും അവൾക്ക് അരോചകമായി തോന്നി. ലാസ്റ്റ് അവൾ സഹികെട്ടു. അങ്ങനെ അവൾ ഖലീഫ മുആവിയയുടെ അടുത്ത് പരാതിയുമായി പോയി. അങ്ങ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം. അങ്ങയുടെ ഗവർണർ ഇതും പറഞ്ഞ് എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു അതിബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗവർണരെയും അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാൻ വയ്യ. വന്ന യുവതിയുടെ പരാതിയും സ്വീകരിക്കണം. ഈ യുവതി അതിസുന്ദരിയാണ്, ഇവളെ ഒന്ന് പരീക്ഷിക്കണം. അവളുടെ മനസ്സറിയാൻ വേണ്ടി മുആവിയ ഒരു വഴി കണ്ടെത്തി. രാജാവ് പറഞ്ഞു, നീ ഇന്ന് വൈകുന്നേരം നിന്റെ ഭർത്താവിനെയും കൂട്ടി രാജ്യസഭയിലേക്ക് വരണം. അപ്പോൾ നമ്മൾക്ക് തീരുമാനിക്കാം. അങ്ങനെ പറഞ്ഞ പ്രകാരം അവൾ ഭർത്താവിനെയും കൂട്ടി രാജ്യസഭയിലെത്തി. അവിടെ കുറെ ജനങ്ങൾ കൂടിയിരുന്നു. അപ്പോൾ ഈ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ ആൾക്കാർ അയാളെ പരിഹസിക്കാൻ തുടങ്ങി. ഒരു ഗുണവുമില്ലാത്ത, കാണാൻ ഭംഗിയില്ലാത്ത ഇവന്റെ കൂടെയാണല്ലോ ഈ സുന്ദരി. അങ്ങനെ പലവിധ കളിയാക്കലുകളും ഉണ്ടായിരുന്നു. മുആവിയ രാജാവ് അവളോട് പറഞ്ഞു, നിനക്ക് ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ഗവർണർ മർവാനോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവോ, ഇതിൽ 3 പേരിൽ ആരെങ്കിലും ഒരാളെ നിനക്ക് സ്വീകരിക്കാൻ ഞാൻ എന്റെ ഭരണം ഉപയോഗിച്ച് നിനക്ക് അവസരം നൽകുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ തീരുമാനിക്കാം. രാജാവായ എന്നെയാണ് നീ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ നിന്നെ എന്റെ റാണിയായി വാഴിക്കാം. മറിച്ച് എന്റെ ഗവർണറായ മർവാനെയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾക്ക് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. അതിനുള്ള നിയമം ഞാൻ ഉണ്ടാക്കിത്തരാം. അതല്ല, ഈ ദരിദ്രവാസിയാണ് നിനക്ക് വേണ്ടതെങ്കിൽ അയാളെയും കൊണ്ട് നിനക്ക് പോകാം. എന്ത് തീരുമാനങ്ങളും നിന്റെ ഇഷ്ടത്തിന് വിടുന്നു. അങ്ങനെ എല്ലാവരും അവളുടെ മുഖത്തേക്ക് അക്ഷമരായി നോക്കിക്കൊണ്ടിരുന്നു. ഏത് പെണ്ണാണെങ്കിലും വീണു പോകും. കാരണം മഹാരാജാവിന്റെ റാണിയാക്കാനാണ് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ഗവർണറുടെ റാണിയാവാൻ. ആ യുവതി മുആവിയയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, രാജാവേ, എനിക്ക് നിങ്ങളൊക്കെ കളിയാക്കുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമോ വസ്ത്രമോ തരാൻ കഴിയാത്ത ഈ പാവപ്പെട്ട എന്റെ ഭർത്താവുണ്ടല്ലോ,
എനിക്ക് അദ്ദേഹത്തെ മതി. എനിക്ക് കിട്ടുന്ന റാണി പദവിയേക്കാളും സമ്പത്തിനേക്കാളും എനിക്ക് അള്ളാഹു തരുന്ന സർവ്വതിനേക്കാളും എനിക്ക് വലുത് നിങ്ങളെല്ലാം പുച്ഛിച്ചു തള്ളുന്ന കളിയാക്കുന്ന എന്റെ ഈ ഭർത്താവിനെയാണ്. പട്ടിണിയാണെങ്കിലും മനസ്സ് നിറയെ സ്നേഹം തന്ന് എന്നെ നല്ലപോലെ കെയർ ചെയ്യുന്ന ഈ മനുഷ്യനാണ് എനിക്കെല്ലാം എന്നും പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും മെല്ലെ നടന്നു നീങ്ങി. അവർ പോകുന്നത് നോക്കി മുആവിയ രാജാവ് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അതാണ് ഭൂമിയിലെ സ്വർഗം. അവിടെ ആഡംബരത്തിന് സ്ഥാനമില്ല. രാജാവിന്റെ യുക്തിപൂർവമായ ഈ തീരുമാനം കാരണം മർവാന്റെ ശല്യം പിന്നെ അവർക്കുണ്ടാവാനും പോടില്ല. എല്ലാവരും കണ്ടുപഠിക്കണം. കുടുംബ ജീവിതത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നവരുടെ മാതൃകയാണ് ഇവരെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.